ഭക്ഷണ വേസ്റ്റ് നമ്മുടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ ബോധവൽക്കരണത്തിലും ഒന്നാമത്തെ സ്ഥാനത്ത് വരേണ്ട ഇഷ്യൂവാണ്. അടുത്ത കാലത്ത് വലിയ ചർച്ചാ വിഷയമായതാണ്. ലോകത്തിൽ തന്നെ കണക്ക് മൊത്തം ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ 19% വേസ്റ്റാണ്. ആ 19% അനേക കോടി ആൾക്കാർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇപ്പോൾ ഇതിൻ്റെ മുഴുവൻ വസ്തുതകൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും നടക്കാറില്ല. ഫുഡ് വേസ്റ്റ് കേരളത്തിലെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗം. ഭക്ഷണം ബാക്കിയിടുക എന്നത് ഒരു ആഢ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന പലരുമുണ്ട്. ഇത് മുഴുവൻ കർശനമായ ഇടപെടൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. രണ്ട് തരത്തിലുള്ള ഇടപെടൽ. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത്, ക്യാമ്പുകൾ നടത്തുമ്പോൾ നമ്മൾ ചെയ്യും, കുട്ടികളോട് ഭക്ഷണ വേസ്റ്റിൻ്റെ കാര്യം പറയും. വേസ്റ്റിൻ്റെ കാര്യം മൊത്തത്തിൽ പറഞ്ഞ ശേഷം ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന് പറയും. നിങ്ങളുടെ ഉച്ച ഊണ് കഴിഞ്ഞാൽ എത്ര വേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ നോക്കും, അതിൻ്റെ അളവ് കൊടുക്കും. ആരൊക്കെ വേസ്റ്റ് ഇടുന്നുണ്ട് നോക്കും. ഇതൊക്കെ തമാശയായിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും ആവശ്യമുള്ളതേ വാങ്ങാവൂ, ആവശ്യമില്ലാത്തത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യും. അടുത്തുള്ള കുട്ടികളൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യും, നിങ്ങൾ ഇയാൾ വേസ്റ്റ് ആക്കുന്ന നോക്കിങ്ങനെ. ഇതൊരു എക്സർസൈസാക്കി മാറ്റി കഴിയുമ്പോൾ മിക്ക ക്യാമ്പിലും രാവിലെ ഉണ്ടായിരുന്ന വേസ്റ്റിൻ്റെ പകുതിയെ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. രാത്രി ആകുമ്പോഴേക്ക് വേസ്റ്റ് ആൾമോസ്റ്റ് സീറോ ആവും. കരുവേപ്പിലേക്ക് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കോഷൻ കൊണ്ട് മാറ്റാവുന്ന സംഗതി ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിക്ക് തക്കാളി ഇഷ്ടമല്ല, അപ്പോൾ അമ്മയും വിളമ്പുമ്പോൾ തക്കാളി എനിക്ക് ഇടണ്ട എന്ന് അമ്മോട് പറഞ്ഞാൽ മതി. ബാക്കി കഷ്ണം അമ്മ വിളമ്പുള്ളൂ. അതല്ലെങ്കിൽ തക്കാളി എടുത്ത് അവന് കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കാനുള്ള ബിഹേവിയറൽ രീതികൾ പറഞ്ഞു കൊടുത്താൽ വീട്ടിൽ വേസ്റ്റ് ഒഴിവാക്കാൻ പറ്റും. ആ വീട്ടിൽ വേസ്റ്റ് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആ വീട്ടുകാരുടെ പുറത്തേക്കുള്ള ഇത്തരത്തിൽ വളരെ സൂക്ഷ്മമായ ഇടപെടൽ ആവശ്യമുള്ള ഒന്നാണ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്. അപ്പോൾ ഭക്ഷണം വേസ്റ്റാക്കരുത്. വേസ്റ്റ് ആവുന്നതോട് ഭക്ഷണം വേസ്റ്റാക്കാതിരുന്നാൽ മാലിന്യം കുറഞ്ഞു. നിങ്ങൾ 15% മാലിന്യം ഉണ്ടാക്കിയിരുന്ന സ്ഥലത്ത് 5% എടുത്ത് കുറഞ്ഞു. അപ്പോൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നുണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല. നിങ്ങൾ ബാക്കി വെക്കൽ വേസ്റ്റ് ആക്കലാണ് എന്നവർക്കറിയില്ല. ഇത് മുതലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്ഷണം വേസ്റ്റാക്കലും ഭക്ഷണം കഴിക്കാൻ ആളില്ല എന്നുള്ള അവസ്ഥയും തമ്മിലുള്ള സാമൂഹ്യ സ്ഥിതിയെ പറഞ്ഞ് മനസ്സിലാക്കൽ, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ വലിയ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം ഭക്ഷണം വേസ്റ്റാക്കൽ. ഭക്ഷണം മാത്രമല്ല, ഏത് സാധനം വേണമെങ്കിൽ നോക്കൂ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് പിന്നെ നാപ്കിൻ വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് കുറേ എണ്ണം ഇട്ടിട്ട് ഒരു സന്തോഷമാണ് നമുക്കത്. ആവശ്യമില്ലാത്തതിൽ കൂടുതൽ എടുക്കൽ, അതേപോലെ വലിച്ചെറിയൽ, എന്തൊരു സാധനവും വലിച്ചെറിയൽ, ഈ ത്രോ എവേ കൾച്ചർ. അപ്പോൾ ഭക്ഷണം വേസ്റ്റാക്കൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, പല വിഷയങ്ങളും നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. ഇതങ്ങനെയല്ല. കുട്ടിക്കാലം മുതൽ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ സ്കൂളിലെ ബിഹേവിയറിലും വീട്ടിലെ ബിഹേവിയറിലും ഇതിൽ ഇടപെടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസം വരുത്താൻ പറ്റും. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണം വേസ്റ്റാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കിയിട്ട്, എന്തിനാ ഭക്ഷണം വേസ്റ്റാക്കേണ്ട കാര്യം മാത്രമല്ല. ഇതുപോലത്തെ വേറൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ടോയ്ലറ്റുകൾ കണ്ടിട്ടുണ്ടോ? പൊതു ടോയ്ലറ്റുകൾ, സ്കൂളിൽ ടോയ്ലറ്റിൽ പോയാൽ നോക്കൂ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നോക്കൂ, ഇത്ര വൃത്തികേടായ ഒരു സാധനം കാണാൻ പറ്റും. പുറത്തുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദുബായിലൊക്കെ പോയി നോക്കി, അവിടുത്തെ വളരെ വ്യത്യാസമില്ല. എന്താ കാരണം? ഒരു പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇത് വൃത്തിയാക്കി വെക്കുന്നത് എളുപ്പമല്ല. ചെറിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ വാട്ടർ സീല് അത് വൃത്തിയാക്കി ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നമ്മൾ പക്ഷേ ഇതൊന്നും പഠിപ്പിക്കേണ്ട വിഷയങ്ങളെല്ലാം ധരിക്കും. ഇത് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശീലനം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ മൈനർ പരിശീലനങ്ങൾ, ഈ സിവിക് പരിശീലനങ്ങളുണ്ടല്ലോ, ഇത്തരത്തിലുള്ള പരിശീലനങ്ങളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പിന്നെ ശുചീകരണത്തിൻ്റെ കേരളം ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ 2 പ്രധാന വിഷയങ്ങളായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്ന് ടോയ്ലറ്റാണ്. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത കേരളത്തിലെ പബ്ലിക് ടോയ്ലറ്റുകൾ. പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, രണ്ടാമത് ഉള്ളതൊന്നും വൃത്തിയുമില്ല. അതേപോലെ ഭക്ഷണം,
എവിടെയൊക്കെ അവസരം കിട്ടുന്നു. അതുപോലെ ത്രോ എവേ, എന്ത് പിന്നെ കാര്യം കണ്ടാലും വലിച്ചെറിയാൻ. പിന്നെ വർക്കലയിലെ ഉദാഹരണം ആണ് പറഞ്ഞത്. വർക്കലയിൽ നിന്ന് സായിപ്പന്മാർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് ഒരാഴ്ച താമസിച്ച് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറും. മിക്കവാറും ആൾക്കാരിൽ പകുതിയോ കാലൊക്കെ ആയിട്ടുള്ള വെള്ളക്കുപ്പി കാണും. വെള്ളത്തിൻ്റെ അവസാനത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷം മൂപ്പർക്ക് അതൊന്ന് കളയാൻ വേണ്ടി മൂപ്പർ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് നോക്കും, വേസ്റ്റ് ബിൻ. നമ്മുടെ മിക്കവാറും കമ്പാർട്ട്മെൻറ്റിൽ കാണില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഫുള്ളും ആയിരിക്കും. അപ്പോൾ ഇത് കളയാതിരിക്കുക. ഇതിനിടയിൽ ആൾക്കാർക്ക് മനസ്സിലാവും, നമ്മുടെ യാത്രക്കാർക്ക്, ഇയാൾ കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സായിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് ഈ വാതിൽ കൂടിയിട്ട് സായിപ്പേ, ഈ ജനലിൽ കൂടിയിട്ട് കഴിയുന്നത്ര ജനലും വാതിലും കാണിച്ചു കൊടുക്കുകയാണ്. സായിപ്പിടില്ല. കാരണം മൂപ്പരുടെ രാജ്യത്ത് ഇത് പുറത്തിട്ടിട്ടുള്ള ശീലമില്ല. അതുകൊണ്ട് ഒന്നുകിൽ മടക്കി പോക്കറ്റിലിടുക, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലിടുക. രണ്ട് കാര്യം മൂപ്പർക്ക് ചെയ്യാൻ പറ്റൂ. നമുക്കാണെങ്കിൽ അതല്ല, ഇത് പുറത്തെറിഞ്ഞിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങേർക്ക് അത് പറ്റില്ല. ഇത് എപ്പോഴുള്ള പ്രശ്നമാണ്. ഈ ശീലം ആയി കഴിഞ്ഞാലല്ലാതെ രണ്ടും നടക്കില്ല. ഇത് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തിടലാണ് നമ്മുടെ ശീലം. വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ അല്ലാതെ ഇടില്ല എന്നുള്ളതാണ് ഇത് പഠിച്ചിട്ടുള്ളവരുടെ ശീലം. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്.